ജോസിൽ, എങ്ങനെയാണ് ഇടുക്കിയിൽ ഇന്ന് ഏത് തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നോ? എന്താണ് സാഹചര്യം? മനു, ഇപ്പോൾ റെഡ് അലർട്ട് ഇടുക്കി ജില്ലയിൽ 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ഈ 5 ദിവസവും ലൈവ് നിൽക്കുന്നതിൽ മഴയുള്ള ഒരു ദിവസം ലൈവ് നിൽക്കാൻ ഇന്നാണ് സാധിക്കുന്നത്. ഇന്ന് എല്ലാ പത്രങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മഴയുടെ വാർത്ത ലോക്കൽ പേജുകളിൽ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് കാണാം. അത്തരത്തിൽ മഴ കുറവായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ റെഡ് അലർട്ട് നിലനിന്നിരുന്ന ദിവസങ്ങളിലെല്ലാം. ഏതായാലും ഇന്ന് രാവിലെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലയിലും ഇപ്പോൾ 204 മില്ലിമീറ്റർ മഴയിൽ കൂടുതൽ ലഭിച്ചാൽ മാത്രമാണ് അതിതീവ്ര മഴ എന്ന്, റെഡ് അലർട്ടിലേക്ക് കടക്കാനുള്ള അതിതീവ്ര മഴ എന്ന് പറയാനുള്ളത്. എന്നാൽ ഒരു താലൂക്കിലും അത്തരത്തിൽ ഉള്ള ഒരു മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇടുക്കി ജില്ലയിലെ 5 താലൂക്കുകളിലും വെറും 10 മില്ലിമീറ്ററിൽ താഴെയുള്ള മഴയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഇപ്പോൾ രാവിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇടുക്കി അണക്കെട്ടിൽ നേരിയ തോതിൽ ജലം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2334.16 അടിയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും ഏകദേശം 13.08 അടി ജലനിരപ്പ് കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഈ സമയം 2321.08 അടിയായിരുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. ഏകദേശം ഇടുക്കി അണക്കെട്ടിൻ്റെ 33.17% ജലസംഭരണിയിൽ ജലം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇടുക്കി അണക്കെട്ടിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലുമെല്ലാം നേരിയ തോതിൽ ജലം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഇടുക്കി ജില്ലയിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. മനു, ഈ ഇടുക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വിനോദസഞ്ചാര മേഖലകളുള്ള പ്രദേശമാണ്, മലയോരം കാണാൻ രസകരമായ പ്രദേശങ്ങളുള്ള സ്ഥലമാണ്. യാത്രകൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ്, മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? നിരോധനമുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? മനു, റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് ഡ്രൈവിങ്ങിനുള്ള നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. ഈ വളരെയേറെ ദുരിതങ്ങൾ ഉണ്ടായ ഒരു ജില്ല എന്ന നിലയിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ, മഴയുടെ സൂചന ലഭിച്ച ഘട്ടത്തിൽ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൃത്യമായി അവലോകനങ്ങൾ എല്ലാ വകുപ്പ് മേധാവികളുടെയും യോഗം വിളിച്ച് വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏത് സമയവും നമ്മൾ വിളിച്ചാൽ കൃത്യമായ കണക്ക് ലഭിക്കുന്ന രീതിയിൽ സജ്ജമാണ് എല്ലാ കൺട്രോൾ റൂമുകളും. അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, KSEB എല്ലാ വകുപ്പുകളും വളരെ കൃത്യമായ രീതിയിൽ വളരെ അലർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. മുൻകാലങ്ങളിൽ വലിയ ദുരന്തം ഉണ്ടായ ഒരു ജില്ല എന്ന നിലയിൽ കൃത്യമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മഴ ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ ആ ജാഗ്രത കുറെ കൂടി വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ റോഷി അഗസ്റ്റിനും ഈ കാര്യത്തിൽ ഈ ജില്ലയിലെ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാ രീതിയിലും മഴയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മഴക്കാല പൂർവ്വ രോഗങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലുമെല്ലാം കൃത്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മനു.